ഹായ് ഫ്രണ്ട്സ്, നാട്ടറിവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗ്രോ ബാഗിൽ ചേമ്പ് നടാൻ പറ്റും എന്നുവെച്ചാല് അതിനകത്ത് വിത്ത് വളരാനായിട്ട് വല്ല ഇടയില്ല. ഇത് കിഴങ്ങല്ലേ, കിഴങ്ങ് നീളം വരുന്ന കിഴങ്ങ് കാണും. അപ്പൊ ഗ്രോ ബാഗിക്കകത്താകുമ്പോ ഉണ്ട കിഴങ്ങായിട്ട് 2, 3, 4 കിഴങ്ങല്ലേ അതിനകത്ത് ഇനി നിൽക്കത്തുള്ളൂ. നിലത്ത് നമ്മൾ കൃഷി ചെയ്യുന്നത്ര ഒക്കത്തില്ല ഗ്രോ ബാഗ് അത് വെച്ചാൽ. എന്നാലും നമുക്ക് ഗ്രോ ബാഗിനകത്ത് സാധാരണ നമുക്ക് വെക്കാൻ പറ്റുന്നതില് ചീരച്ചെടികളോ അങ്ങനെയുള്ള ചെടികളും മറ്റൊക്കെ ഒറ്റ തണ്ടിനൊക്കെ പോകുന്ന ചാക്ക് അങ്ങനെ എന്തെങ്കിലും ചാക്കി വെച്ചാലും അങ്ങനെയാ വരുന്ന അനുഭവം. കിഴങ്ങായിട്ട് വരുന്നതല്ല, മണ്ണിനകത്താണെങ്കിൽ അതിന്റെ വലിപ്പം അനുസരിച്ച് പോകാൻ പറ്റത്തുള്ളൂ, വളർന്നു വരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ഗ്രോ ബാഗിനകത്താണെങ്കിലും ചാക്കിനകത്താണെങ്കിലും അതിന്റെ അനുസരിച്ചല്ലേ അത് വളരാൻ പറ്റത്തുള്ളൂ. അങ്ങനല്ലേ, അതാണ് അതിനകത്ത് വ്യത്യാസം. കപ്പയാണെങ്കിലും ഗ്രോ ബാഗിനകത്ത് വെച്ചാല് ഞാൻ അങ്ങനെയും പരീക്ഷിച്ചിട്ടുണ്ട്. ഗ്രോ ബാഗിനകത്തും വെച്ച് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറിയ കിഴങ്ങ കിട്ടത്തുള്ളൂ. ഇതിന് അടിയിലോട്ട് വ്യാസം കിട്ടുന്നില്ലല്ലോ, വിസ്തീർണം കിട്ടുന്നില്ല. മണ്ണിലുള്ള പോലെ വിസ്തീർണമില്ല. പറഞ്ഞ നമുക്ക് ഒരു 2-2.5 അടി അകലത്തില് വെക്കാം. ഗ്രോ ബാഗിനകത്താകുമ്പം ഈ 2.5 അടി അകലത്തിൽ ചേമ്പ് വെച്ചെന്ന് പറഞ്ഞാലും അത്രയും ഈ 2.5 അടി അകലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2.5 അടി 3 അടി അത് ഭൂമി ഉള്ളതിന്റെ അനുസരിച്ച് അകലം നീട്ടി വെക്കാം. കൂടുതൽ അകത്തി വെക്കണമെങ്കിൽ അകത്തി വെക്കാം, അടുത്ത് വെക്കണമെങ്കിൽ അടുത്ത് വെക്കാം. അങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുന്നത്. അകലം വരുവാണെങ്കിൽ അത്രയും വിത്തങ്ങ് വളർന്നു വലുതായിരിക്കും. ഇപ്പം ഗ്രോ ബാഗിൽ വെക്കുന്നവരാണെങ്കിലും ഇതേ വള രീതിയിൽ ഉപയോഗിച്ചാൽ മതിയല്ലോ. കരിയിലയിട്ട് കരിയിലയും ചാണകപ്പൊടി ചപ്പും മണ്ണും ഇലയിലായിട്ട് നിറച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ചാക്കി ഇടണം, കിട്ടി ഇതിവിടെ പൊട്ടിക്കണം, നടുക്ക് പൊട്ടിക്കണം. അതിൽ ഒരെണ്ണേ വെക്കാൻ പറ്റുള്ളൂ. എത്രണ്ണം വെക്കാൻ പറ്റും? ഇപ്പൊ അത് ചാക്കിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും. അങ്ങനെ വെക്കുവാണെങ്കിൽ കപ്പയാണെങ്കിലും ചേമ്പാണെങ്കിലും എല്ലാം എങ്ങനെ വെച്ചാ നേരെ കെട്ടിയിടണം. ചായച്ചിടണം, ചാക്ക് വലിയ ചാക്കെടുത്ത് ചായച്ചിടണം. എന്നിട്ട് നമ്മള് മണ്ണും അല്ലാതെ നിറച്ച് കഴിയുമ്പോഴേ കണ്ടിക്കണം. കണ്ടിച്ചിട്ട് അതൊത്തിരി കഷ്ടപ്പാടുള്ള പണിയാണ്. പട്ടം കിട്ടും. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരെ ബൈ.